കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ, ഇന്നെനിക്ക് നിറച്ചു കഴിക്കണം. സന്തോഷമുള്ള ദിവസം ഇന്ന്. ശ്യാമേ, എടി ശ്യാമേ, ശ്യാമേ. എന്താ അമ്മേ? വിളിച്ച വിളി കേൾക്കരുത് കേട്ടോ, കയ്യിലെ വള ഊരിപ്പോവും. അതിന് ഞാനിങ്ങ് വരുമല്ലേ അമ്മേ? നീ ആ സവാള എന്ന് അരിഞ്ഞു വെച്ചേ. എനിക്ക് പഠിക്കാനുണ്ട് അമ്മേ. ഓ, എപ്പ നോക്കിയാലും ഒരു പഠിത്തം, എന്നിട്ട് തലയാണെങ്കി ഫോണിലും. അത് മൊബൈലിൽ ഓൺലൈൻ ക്ലാസ് ഉള്ളോണ്ടല്ലേ അമ്മേ? ആ, ഇതൊന്നും അറിയാൻ പാടില്ലാത്ത എന്നെ പറ്റിക്കാലോ. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? സവാള അരിയണം, അത്രയല്ലേ ഉള്ളൂ. ആ, സവാള അരിഞ്ഞ മാത്രം പോരാ, അടുക്കള ജോലിയിൽ ഒരു കൈ കൂടെ സഹായിക്കണം. അല്ല മോളെ, ശാലിനി പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇല്ലമ്മേ, സിവിൽ സർവീസ് എക്സാമിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കുറുപ്പ് സാറിന്റെ അടുത്ത് പോയതല്ലേ. ചിലപ്പോ വൈകുന്നു പറഞ്ഞിരുന്നു. ഇനി അവളെ കൊണ്ട് കളക്ടറാവാൻ പറ്റൂടി? ഫെയിൽ ആയാലും വീണ്ടും എഴുതാമേ. ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് മെയിൻ എക്സാം കടന്നുകൂടുന്നവര് വളരെ കുറവാ. നീ എന്തായി പറയുന്നേ? ആകാൻ പറ്റുമോ ഇല്ലയോ? ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാ പറ്റുമെന്ന്. നീ ആ ഫോണിങ് എടുത്തേ. ആ, ഇങ്ങ കൊണ്ടുവാ. വിഷ്ണു ഏട്ടനാണല്ലോ. എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ചിലപ്പോ സത്യങ്ങൾ തുറന്നു പറയാനാണെങ്കിലോ? കുത്തിച്ചകഞ്ഞ് ചോദിച്ചിട്ടും പറഞ്ഞില്ല, പിന്നെ ഇപ്പൊ ഇതാ. ഹലോ. ആ, ശാരദ മാം, ശാലിനി എവിടെയാ? അവള് കുറുപ്പ് സാറിന്റെ അടുത്ത് പോയതാ. എന്തോ പുസ്തകങ്ങൾ വാങ്ങാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെന്ന്. അല്ല, ഞാനേ കൊറേ തവണ വിളിച്ചു, ശാലിനി അറ്റൻഡ് ചെയ്യുന്നില്ല. എന്താ മോനെ വിശേഷം? അതാ മാം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അമ്മ പറഞ്ഞു ശാലിനിയെ തിരികെ കൊണ്ടുവരാൻ. സത്യം? എന്താ അമ്മേ? ശാലിനി കൊണ്ടുചെല്ലാൻ സത്യമ്മ പറഞ്ഞെന്ന്. അയ്യോ മോനെ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആദ്യം എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു അമ്മേ, പക്ഷെ അമ്മ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. ശാരദ അമ്മയോട് ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാനാ പറഞ്ഞത്. ആണോ? നാളെ രാവിലെ തന്നെ കൊണ്ടുവരണേ. ബാഗൊക്കെ ഇപ്പൊ തന്നെ ഒരുക്കി വെച്ചോളൂ. ശരി മോനെ. എന്തായാലും ശാലിനി നിരപരാധിയാണെന്ന് അമ്മയ്ക്കൂടെ ഒരു മനസ്സിലായല്ലോ. ഏത് ദൈവത്തിന്റെ കൃപയാണോ, വിളിക്കാത്ത ദൈവങ്ങളില്ല. അപ്പോഴേ ഞാനെന്നാ വെക്ക, ശാലിനിയോട് പറയണേ. ശരി മോനെ. കുഞ്ഞേച്ചി അറിഞ്ഞോ വിവരം? അവള് ഫോൺ എടുത്തില്ലെന്ന്. അപ്പോ നമുക്ക് തന്നെ ചേച്ചിയുടെ അടുത്ത് പൊട്ടിക്കാം ഈ ഗുഡ് ന്യൂസ്. ആളിങ്ങ് വരട്ടെ. എന്റെ ദേവി, എന്റെ കുഞ്ഞിതറിയുമ്പോ എന്ത് സന്തോഷാവും. അമ്മേ, ദേ കുഞ്ഞേച്ചി വന്നു. എന്താടി നീ കുഞ്ഞേച്ചി ആദ്യമായിട്ടാണോ കാണുന്നത്? ഒരു വലിയ വിശേഷമുണ്ട് കുഞ്ഞേച്ചി.
എന്റെ ജീവിതത്തിൽ ഇനി എന്ത് വിശേഷം ഉണ്ടാവാനടി? അതൊക്കെ പറയാം. കുഞ്ഞിച്ചിയുടെ ഫോണിന് എന്ത് പറ്റി? ഫോണോ? ആ, ഫോണ് ഞാൻ സൈലന്റിൽ ഇട്ടിരിക്കായിരുന്നു. കുറുപ്പ് സാറിനോട് സംസാരിക്കുന്നതിനിടെ കോള് വന്ന് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതി. അയ്യോ, വിഷ്ണുവായിട്ട് വിളിച്ചിരിക്കുന്നല്ലോ, അതും കുറെ തവണ. എന്തിനായിരിക്കും വിളിച്ചേ? അതാ കുഞ്ഞേച്ചി വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത്. മോളെ, എന്റെ പൊന്നു മോളെ, എന്താ അമ്മേ? ദൈവം ശാരദയെ മക്കളെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, അത്ര ക്രൂരത കാട്ടിയില്ല ദൈവം. എന്താ അമ്മേ കാര്യം? അത് പറ. ഇടി മോളെ, സത്യാമ്മ നിന്നെ തിരിച്ചു വിളിച്ചെന്ന്. നേരോ? ആ, എനിക്കും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിഷ്ണുമോനെ പറഞ്ഞത്. നിന്നോട് നാളെ രാവിലെ തന്നെ അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മോളെ, സത്യം മനസ്സിലാക്കി സത്യമ്മ നിന്നെ മടക്കി വിളിക്കുമെന്ന്. അതിപ്പോ സത്യമായി. മോളെ, നീ അകത്ത് പോയി എന്തെങ്കിലും മധുരം എടുത്തോണ്ട് വാ. ശരി അമ്മ. ഇത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളെല്ലാം തീർത്തു തന്നല്ലോ ദേവി. ശാരദ ഇതിന് നിന്നോട് കടപ്പെട്ടിരിക്കും ജീവിത അവസാനം വരെ. ആ മോളെ, ശാലിനിയോ? ഹലോ, അമ്മ വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്ത് മാജിക്കാ അവിടെ സംഭവിച്ചേ? സത്യമ്മയ്ക്ക് എങ്ങനെ എന്നെ വിശ്വാസം വന്ന്? വിഷ്ണുവേട്ടന് എന്നോടുള്ള വിശ്വാസത്തില് കുറച്ച് സത്യാമ്മയ്ക്കും കൊടുത്തോ? എന്താ ഒന്നും മിണ്ടാത്തെ? സത്യാമ്മയുണ്ടോ അടുത്ത്? ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ സാരമില്ല. ഇതിപ്പോ തന്നെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. എന്റെ അമ്മ പറഞ്ഞതുപോലെ സത്യാമ്മ തന്നെ എന്നെ തിരിച്ചു വിളിച്ചല്ലോ. എന്താ ഒന്നും മിണ്ടാത്തെ? ശരി, മൗനവ്രതമാണെങ്കിലേ അത് തകർക്കാൻ ഞാനൊരു വിദ്യ പ്രയോഗിക്കാം. ഞാൻ ഒരു സംഗതി തരാം, പിടിച്ചോണേ. എന്തുപറ്റി കട്ട് ചെയ്യാൻ? ഇപ്പോഴും ചോദിച്ചോണ്ടിരുന്നാണല്ലോ. പെട്ടെന്ന് കിട്ടിയപ്പോ ഞെട്ടിപ്പോയാ. ഒന്നുകൂടി വിളിച്ചു നോക്കാം.
ഇതോടെ ഇരിപ്പുണ്ടായിരുന്നോ? ഹലോ ശാലിനി. ആ എന്ത് പറ്റി? ഇപ്പൊ ശബ്ദം പുറത്തു വന്നല്ലോ. ഏ എന്ത്? അല്ല, ഇത്രയും നേരം ഞാൻ വാതോരാതെ സംസാരിച്ചപ്പോ മിണ്ടാതിരിക്കുവായിരുന്നല്ലോ. ഒരു ഗിഫ്റ്റ് തന്നപ്പോഴേക്കും അത് കട്ട് ചെയ്യുകയും ചെയ്തു. ഏ എന്തോന്ന്? ഇത്ര നേരം ആരായിട്ട് സംസാരിച്ചെന്നാ? ഈ നമ്പറിലാണ് ഞാൻ വിളിച്ചത്. ആരോ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അയ്യോ, അതാരാന്ന് എനിക്കറിയില്ല, ഞാൻ പുറത്തായിരുന്നു. അയ്യോ, അത് പിന്നെ അതാരാ? ആ എനിക്കറിയില്ല, ചിലപ്പോ സുസ്മിതയായിരിക്കും. വിഷ്ണുവേട്ടൻ കുളിക്കുന്ന സമയത്തൊക്കെ അവള് റൂമിൽ കയറി വരുമോ? അവളെ നിനക്ക് അറിഞ്ഞൂടെ? ഒരപ്പന്റെ സ്വഭാവമല്ലേ അവൾക്ക്. ഏത് മാളത്തിന്ന തല പൊക്കുന്നതെന്ന് അറിയില്ല. അവളെ കുറച്ച് അകറ്റി നിർത്തിക്കോണം കേട്ടോ. എല്ലാ പെണ്ണുങ്ങളെയും പോലെ സ്വന്തം ഭർത്താവിന്റെ കാര്യത്തില് കുറച്ച് സ്വാർത്ഥിയാ ഞാനും. കൂമ്പിനിട്ട് ഇടിയിട്ടുന്നതേ അവക്കല്ല, വിഷ്ണുവേട്ടനായിരിക്കും. ഓ സമ്മതിച്ചു. ഈ ഒരു രാത്രിയുടെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇയാള് നേരിട്ട് തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോ? ഇനി ഞാൻ അവിടെ കാലൂത്തിയതിനു ശേഷം ആദ്യം ചെയ്യുന്നത് സുസ്മിതയുടെ പെട്ടിയും പ്രമാണം എടുത്ത് പുറത്തിടുക. അതിപ്പോ ആര് തടഞ്ഞാലും വേണ്ടില്ല. എന്റെ ഭർത്താവിന്റെ വീട്ടില് അവക്കെന്താ കാര്യം? താൻ നേരിട്ട് തന്നെ ചോദിച്ചോ? ഒരു രാത്രിയുടെ കാര്യം കൂടിയല്ലേ ഉള്ളൂ. ആ പിന്നെ ഇന്ന് രാത്രി എനിക്ക് ഉറക്കമില്ല. അതെന്ത് കിട്ടി? കൊതുണ്ടോ അവിടെ? കൊതുവല്ല, എന്റെ ചുന്ദരിപ്രാവ് നാളെ ഇങ്ങോട്ട് വരില്ലേ, അതോർത്തിട്ട്. എന്നെയാണോ ഉദ്ദേശിച്ചത്? പിന്നല്ല താരെ. ഞാൻ നേരത്തെ ഇവിടെ താമസിച്ചിട്ടുണ്ടല്ലോ, ഒരേ ബെഡ്റൂമില്. അതുപോലെയാണോ ഇത്? അന്ന് നമ്മൾ കീരിയും പാമ്പും അല്ലേ? അപ്പൊ ഇപ്പോഴോ? ഇപ്പോ എണപ്രാവുകള്. പിന്നെ അതെ, നേരത്തെ കോൾ അറ്റൻഡ് ചെയ്ത ആൾക്ക് എന്തോ ഗിഫ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് ഇവിടെ കിട്ടോ? അയ്യേ, ആ രാക്ഷസിക്കാണോ അപ്പൊ ഞാൻ ഉമ്മ കൊടുത്തേ? ഉമ്മയായിരുന്നാ? എന്നാ പെട്ടെന്നാട്ടെ. പിന്നെ എത്ര വേണമെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ റെഡിയാ. പിന്നെ നഷ്ടം വരുമെന്ന് പേടിക്കണ്ട, പലിശ അടക്കം തിരിച്ചു തരാം. അതൊക്കെ നാളെ നേരിൽ കാണുമ്പോ നമുക്ക് ആലോചിക്കാം. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് പറ്റില്ല. നാളെ നേരിട്ട് തരാന്നല്ലേ അവള് പറഞ്ഞതിന്റെ അർത്ഥം? മതി മതി, നാളെ മതി. ആൾക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടായാലോ തുടക്കം. അയ്യോ, എന്താണിത്? അല്ല, ഞാൻ അമ്മാവനുള്ള സ്നേഹം കൊണ്ട് ആളെ പേടിപ്പിച്ചിട്ടാണോ സ്നേഹിക്കുന്നത്? നിന്റെ അമ്മയെ പോലെ എനിക്കും വല്ല അറ്റാക്ക് വന്നിരുന്നെങ്കിലോ? അമ്മാവനെതിനെ ഇവിടെ വന്നേ? ഞാൻ എന്റെ മൊബൈൽ ഇവിടെ ഞാൻ ഉണ്ടാന്ന് നോക്കി വന്നതാ. ഇവിടെ അമ്മാവന്റെ മൊബൈലൊന്നും ഇല്ല. ഒന്ന് പോയേ, എനിക്കൊന്ന് ഉറങ്ങണം. കുഴമ്പിട്ടൊന്ന് തടവണം. പെരുമ്പാമ്പ് ചുറ്റി പിടിച്ചതുപോലെ അല്ലേ പിടിച്ചത്? അയ്യോ നാശം.
പാലവിടെ. പാലോ? ഒരു ഗ്ലാസ് പാല് കാണൂലേ? അയ്യോ, സാറിന് രാത്രി പാല് കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ? ഷോ, എനിക്ക് അറിയില്ലായിരുന്നു. എടോ, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ, അതറിയാവോ എനിക്ക്? ഞാൻ പോയി പാലെടുത്തിട്ട് വരാം. ഇനി അതെടുക്കാൻ പോകുന്നു വേണ്ട. അങ്ങനെയൊക്കെ ചില രീതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ആദ്യരാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഒരു ഗ്ലാസ് പാല് പങ്കുവെച്ച് കുടിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അറിയില്ല സർ. ആ, ഈ വിവാഹശേഷം ഭാര്യ ഭർത്താക്കന്മാരെ അവരുടെ സുഖവും ദുഃഖവും അടക്കം എല്ലാം ഒന്നുപോലെ പങ്കുവെക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണത്. ആ ബന്ധം പാല് പോലെ പരിശുദ്ധവും പവിത്രവുമായിരിക്കും. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സർ. എന്താ ഇത്? ഇയാളിങ്ങനെ തൊട്ടാവാടിയായാലോ? എടോ, ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരും മുൻകൈ എടുക്കില്ലെന്നാ പറഞ്ഞത്. നമ്മുടെ സ്വകാര്യത നമ്മൾ തന്നെ കണ്ടെത്തണം. അത് വിട്, അതിരിക്കട്ടെ. ഇയാളെന്താ വൈകിയത്? അടുക്കളയിൽ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. രാവിലത്തേക്ക് മാവ് അരച്ചു വെച്ചു. ഇയാള് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയുക. മുമ്പത്തെ പോലെ ഹോം നേഴ്സോ വേലക്കാരിയോ ഒന്നും അല്ല ഇയാളിവിടെ. അമ്മ ചോദിച്ച സ്ത്രീധനമായിട്ട് വന്നു കയറിയ പെണ്ണാണ്. അപ്പോ അതിനുള്ള അവകാശത്തിലും അധികാരത്തിലും നിൽക്കണം എപ്പോഴും. അമ്മയ്ക്ക് വയ്യാതിരിക്കുക എന്നുള്ളത് ശരി തന്നെയാ. അമ്മാവനെ കൊണ്ടാണെങ്കിൽ ഈ അടുക്കള ജോലികളൊന്നും പറ്റത്തില്ല. സമയം കിട്ടുമ്പോ ഞാനും സഹായിക്കാം ഇയാളെ അടുക്കളയില്. അയ്യോ, വലിയ പഠിപ്പൊക്കെ ഉള്ള സാറ്. എടോ, പഠിപ്പ് ഇതുമായിട്ട് എന്താണോ ബന്ധം? ഭാര്യ സഹായിക്കുന്നൊരു കുറച്ചിലൊന്നും അല്ല. ഈ മന്ത്രിമാരടക്കം വലിയ വലിയ പദവിയിൽ ഇരിക്കുന്നവര് വരെ ഭാര്യ സഹായിക്കാൻ വേണ്ടി അടുക്കള കയറാറുണ്ട്. ബെഡ്റൂം മാത്രമല്ല, കിച്ചണും ഷെയർ ചെയ്യപ്പെടേണ്ടതാണെന്ന പക്ഷക്കാരനാ ഞാൻ. എന്നാലും തൽക്കാലം ഇതൊരു തർക്ക വിഷയമാക്കി നമ്മുടെ വിലയേറിയ സമയം കളയണ്ട. അല്ല, സാറെങ്ങോട്ടാ? വാതിലടയ്ക്കണ്ടേ?